മുൻ എം.എൽ.എ. പി.കെ. ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. UDF സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹത്തിനിടെയാണ് രാജി. പാർട്ടിയുമായി അകന്നു കഴിയുന്ന പി.കെ. ശശി പോയാലും കുഴപ്പമില്ലെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞിരുന്നു. UDFിലേക്ക് ശശി പോകുന്നുവെന്ന വാർത്തകൾക്കിടെയുള്ള രാജി രാഷ്ട്രീയ വൃത്തങ്ങളിലേറെ കൗതുകം സൃഷ്ടിച്ചിരിക്കുകയാണ്. പാർട്ടി അംഗമായിരിക്കുന്ന കാലത്തോളം അദ്ദേഹം പാർട്ടിയിൽ തുടരുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം തന്നെ പാർട്ടി വിടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം പാർട്ടി അംഗമായി തുടരുന്നത് കൊണ്ടാണ്. അതല്ലേ ശരി? പാർട്ടി അംഗമായി തുടരുന്ന ഒരാൾ ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞാൽ അതിന് മതിയായ കാരണം അദ്ദേഹത്തിനോട് ചോദിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ പാർട്ടി അംഗമായി തുടരുന്ന പി.കെ. ശശി ഇപ്പോഴും പാർട്ടി വിടുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിൽ അംഗത്വം എടുത്തായിരിക്കുമോ സ്വതന്ത്രനായാണോ ശശി മത്സരിക്കുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ശശിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നു. ബ്രാഞ്ചിലിരിക്കുന്നത് ശശിയുടെ കഴിവുകേട് കൊണ്ടാണെന്നായിരുന്നു സുരേഷ് ബാബു പറഞ്ഞത്. പാർട്ടി വിട്ടാലും കുഴപ്പമില്ലെന്ന ഗോവിന്ദന്റെ പ്രസ്താവനയാണ് രാജിക്ക് പ്രേരിപ്പിച്ചത്. പി.കെ. ശശിയെ അനുകൂലിക്കുന്ന വിഭാഗം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നു. മണ്ണാർക്കാട്, കോങ്ങാട്, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലാണ് ശശിയുടെ സ്വാധീനമുള്ളത്. ശശിക്കെതിരെ മണ്ണാർക്കാട്ടെ പാർട്ടി പ്രവർത്തകർ കൊലവിളി പ്രസംഗം നടത്തിയതും പാർട്ടിയുമായി അകലുന്നതിന് കാരണമാകുകയായിരുന്നു. ഷൊർണൂരിൽ മത്സരിച്ചാൽ ശശി വിജയിക്കുമെന്നാണ് UDF കരുതുന്നത്. എന്നാൽ യാതൊരു സ്വാധീനവും ശശിക്ക് ഉണ്ടാക്കാനാവില്ലെന്നാണ് CPM പറയുന്നത്. VK ശ്രീകണ്ഠൻ MP ശശിയുമായി സംസാരിച്ചിരുന്നു. പുതുയുഗ യാത്രയിൽ ശശി പങ്കെടുക്കുമെന്ന് കരുതിയെങ്കിലും ചർച്ച നീണ്ടുപോകുകയായിരുന്നു. മന്ത്രി MP രാജേഷുമായുള്ള ശക്തമായ അഭിപ്രായ വ്യത്യാസമാണ് ശശിയെ പാർട്ടിയുടെ നടപടിക്ക് വിധേയമാക്കിയത്. ലൈംഗിക ആരോപണത്തെക്കുറിച്ച് AK ബാലനും PK ശ്രീമതിയും നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. ഷൊർണൂരിൽ 2011 മുതൽ 2016 വരെയുള്ള കാലത്താണ് ശശി MLA ആയത്. 2024 ഒക്ടോബറിലാണ് പാർട്ടിയുടെ നേതൃനിരയിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ശശിയെ പാർട്ടി പുറത്താക്കിയത്.